മക്കളെ നമ്മള് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് പുതിയ കുട്ടികളൊക്കെ ഉണ്ട്. പുതിയ കുട്ടികൾക്ക് നമ്മൾ വൈകുന്നേരം ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് മാത്സ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്. വൈകുന്നേരം സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും ഉണ്ട്. പിന്നെ ട്രിഗണോമെട്രിയുടെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്ന് ഫോർമുലാസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട്. റെഡി അല്ലേ അശ്വന്ത്? മോൻ പഠിച്ചിട്ടുണ്ടോ? ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അത് പറ്റില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഇത്തിരി ഒക്കെ എന്നല്ല, എല്ലാം പഠിക്കണം. നമുക്ക് ചോദിച്ചു നോക്കാം, ഓരോരുത്തരോട് ഒന്ന് ചോദിച്ചു നോക്കാം. എല്ലാ കുട്ടികളും ഒന്ന് റെഡി ആവാം കേട്ടോ. ഫോർമുലാസ് ഞാൻ പഠിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞ ദിവസമാണ് ഇന്ന്. അപ്പോ ഒന്ന് റെഡിയാക്കാം. വീഡിയോ ഓൺ ആക്കണം, കാരണം എങ്കിലല്ലേ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു വ്യക്തത കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റെഡിയാകാം. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് എടുത്തോളൂ. ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. പറ്റുന്ന ആൾക്കാരൊക്കെ ഇപ്പോ വീഡിയോ ഓൺ ആക്കാം. വൈഫൈ ഒക്കെ ഉള്ള കുട്ടികള് വീഡിയോ ഒക്കെ ഓൺ ആക്കാം. എന്നിട്ട് ഒരു 5 നിമിഷം പെട്ടെന്ന് ഓടിച്ച റിസൾട്ട്സുകളൊക്കെ ഒന്ന് വായിച്ച്. പറ്റുന്നവര് വീഡിയോ ഒക്കെ ഓൺ ആക്കാട്ടോ, പറ്റുന്ന കുട്ടികൾ. ഐഷ, sin 2x equal to പറഞ്ഞോളൂ മോളെ. 2 tan by 1 plus tan square x. അല്ല, ഞാൻ അതൊക്കെ ആയിരിക്കാം. sin 2xന്റെ ഏറ്റവും വേണ്ടപ്പെട്ട റിസൾട്ട്, sin 2xന്റെ ഏറ്റവും വേണ്ടപ്പെട്ട റിസൾട്ട് സൈനുമായി കണക്റ്റഡ് ആവുന്ന ഒരു റിസൾട്ട്. ആ റിസൾട്ട് മാത്രം 2 sin x cos x. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, then ആദിദേവ് ടി ജെ. Yes sir. യെസ്, വീഡിയോ ഓൺ ആക്കിക്കോ മോനെ, ഒന്ന് കാണട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ പിടിച്ചോ. tan x plus y. ആദിദേവ്, tan x plus y. Tan x plus tan y by tan x 1 plus tan x tan y. tan x plus y ഒന്നും കൂടി പറഞ്ഞേ. tan x plus y. Tan x plus tan y by 1 minus tan x tan y. ഓക്കെ, ശരി ഉത്തരം. ഓക്കെ, വെരി ഗുഡ്. Then അശ്വന്ത്. Yes sir. വീഡിയോ ഓൺ ആക്കാം. അശ്വന്ത് റെഡി അല്ലേ? Yes sir. ശരിക്കും അങ്ങ് എഴുതി പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അശ്വന്ത്. പഠിച്ച് അപ്ഡേറ്റ് ആവണം കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഈ ആഴ്ച നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും കേട്ടോ, മാത്സിന്റെ. കഴിഞ്ഞ ആഴ്ച ഓണവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഓക്കെ, CBSE കാര്. Then tan x minus y പറഞ്ഞു അശ്വന്ത്. tan x minus y. tan x minus tan y by 1 plus tan x tan y. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് അവിടെ ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. tan x മൈനസ് tan y, അവിടെ ന്യൂമറേറ്റർ മൈനസ് വരുമ്പോ സ്വാഭാവികമായും ഡിനോമിനേറ്റർ പ്ലസ് ആയിരിക്കും വരാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറയുമ്പോ നമ്മൾ ഫുൾ കോൺഫിഡൻസിൽ നമുക്ക് സംസാരിക്കാം. tan x മൈനസ് tan y ഡിവൈഡഡ് ബൈ, അവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഡിനോമിനേറ്റർ ഈസ് ആൾവേസ് 1 പ്ലസ് tan x tan y. അതുപോലെ തന്നെയാണ് tan x plus y, tan x plus tan y ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x tan y. ന്യൂമറേറ്റർ പ്ലസ് വന്നാൽ ഡിനോമിനേറ്റർ മൈനസ് ആയിരിക്കും. ഓക്കെ, ചിന്മയി റെഡി ആവാ? ചിന്മയി. യെസ്, വീഡിയോ ഓൺ ആക്കിക്കോ. യെസ് ചിന്മയി, ഉഷാറല്ലേ ചിന്മയി? കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? ഉഷാറാണ്. കാപ്പിയൊക്കെ കുടിച്ചു? ഓക്കെ, ഗുഡ്. എഴുതി പഠിച്ചിട്ടുണ്ടോ ചിന്മയി റിസൾട്ട്സുകളൊക്കെ? എഴുതി പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. എന്നാ പിടിച്ചോ. sin 3x. 3 sin x minus 4 sin cube x. Oh, very good. Then, okay, yes. Then next, Abhinav AM.
അഭിനവ് AM. മറ്റു കുട്ടികൾ റിസൾട്ടുകളൊക്കെ പഠിച്ചിരുന്നോളൂ കേട്ടോ. ഈ സമയത്ത് റിസൾട്ടുകൾ പഠിക്കാനുള്ള ഒരു സമയമാണ്. ഞാൻ പേര് വിളിക്കുമ്പോൾ അവര് വരിക. അല്ലാത്തവര് ചോദ്യം ചോദിച്ച കുട്ടികളും റിസൾട്ടുകൾ ഒന്ന് ഉഷാറായിട്ട് പഠിച്ചോളൂ. അഭിനവ് AM റെഡി? Yes, sir. യെസ്, വെരി ഗുഡ്. അഭിനവ് AM ചോദ്യം പിടിച്ചോളൂ മോനെ. കോസ് അഭിനവ് AM. അപ്പൊ tan 3x ആയിക്കോട്ടെ. tan 3x. Sir, tan 3x 3 tan x minus tan cube x by 1 minus 3 tan square x. Okay, very good, very good, very good, Abhinav. Very good. Then next ചോദിക്കേണ്ട ആള് റെഡി ആവണ പേര് ഞാൻ പറയാം. എല്ലാവരോടും ചോദ്യം കേട്ടോ. എല്ലാവരോടും ചോദിച്ചിട്ടേ ഇന്ന് ക്ലാസ് ഉള്ളൂ. ഇതൾ പ്രദീപ്, ഇതൾ റെഡി അല്ലേ? ഇതൾ പ്രദീപ്. അനുലക്ഷ്മി മണികണ്ഠൻ. Yes, sir. യെസ്, വീഡിയോ മാറ്റൂ. അനുലക്ഷ്മി ഓക്കെ അല്ലേ? റെഡി അല്ലേ? Yes, sir. Okay, ആണ് ready. കാപ്പിയൊക്കെ കുടിച്ച് വളരെ എനർജറ്റിക് ആണ്. Yes, sir. യെസ്, പിടിച്ചോ. കോസ് 3x. 4 cos cube x minus 4 cos cube x minus 3 cos x. ഓക്കെ, എക്സലന്റ്. അതാ സൈനും 3x കോസ് 3x ആ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഡിഫറൻസ് നമ്മുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നാൽ ആ ഒരു ചെറിയ ഒരു തപ്പലുണ്ടല്ലോ, അത് തുടക്കം എന്ന നിലയിലാണ്, അത് മാറിപ്പോകും കേട്ടോ. കോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫോർമയാണ് നമ്മുടെ ക്രിക്കറ്റിനെ ഓർത്താൽ മതി. ക്രിക്കറ്റ് എന്ന് പറയില്ലേ, ക്രിക്കറ്റ് അല്ലേ സ്റ്റാർട്ടിങ്. അപ്പൊ ക്രിക്കറ്റ് കളിയിലല്ലേ 4ഉം 6 ഒക്കെ ഉള്ളത് അല്ലേ? അപ്പൊ 4 ആണ് സ്റ്റാർട്ട് ചെയ്യുക. കോസ് 3x എന്ന് പറയുമ്പോ 4 cos cube x. ആ 4 cos cube x കിട്ടിക്കഴിഞ്ഞാല് പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. ഓട്ടോമാറ്റിക്കലി മൈനസ് ആയിരിക്കും. അത് -3 sin x. അത് തന്നെയാണ് sin 3x-ലും cos 3x-ലും മെയിൻ സൈൻ. അതായത് ആ നടുക്കിലത്തെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. sin 3x സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ആയിരിക്കും. 3 sin x minus 4 sin cube x. അപ്പൊ cos 3x അവിടെയാണ് നമുക്ക് ആശയക്കുഴപ്പം വരുന്നത്. ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ കുറച്ചുകൂടി വേഗതയിൽ സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാണ്. cos 3x എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിനെ ഓർക്കുക. ക്രിക്കറ്റിലാണ് 4ഉം 6ഉം ഉള്ളത്. അപ്പൊ 4 cos cube x minus 3 cos x. ക്ലിയർ അല്ലേ മോളെ? Yes, sir. Clear ആണ്. ഓക്കെ, അടുത്ത ആള് റെഡി ആവാം. പവിത്ര ഉണ്ടോ? പവിത്ര. യെസ്, പവിത്ര. KP പവിത്ര. യെസ്, വെരി ഗുഡ്. മോളെ റെഡി അല്ലേ? മോളെ ഉഷാറല്ലേ? കാര്യങ്ങൾ ഉഷാറല്ലേ? ഉഷാറാണ്. പവിത്ര ഏത് സ്കൂളിലേക്കാണ് പോവാൻ ആഗ്രഹിക്കുന്നത്? അത് നോക്കണ്ട്. ഓക്കെ, cos x plus cos y. Cos x plus cos y equal to -2 sin x plus y by 2 sin x minus y by 2. ഒന്നും കൂടി ഞാൻ ചോദ്യം ആവർത്തിക്കാം. cos x plus cos y. Cos x plus cos y equal to ഞാൻ പറയാം cos -2 sin x plus y by 2. 2 sin. ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. പവിത്ര പറഞ്ഞ ആ -2 sin x plus y by 2 sin x minus y by 2 ശരിയാണ്, പക്ഷെ അത് cos x minus cos y യാണ്. അപ്പൊ നമ്മള് പഠിക്കുമ്പോ പവിത്ര അതൊരു 2 പ്രാവശ്യം എഴുതിക്കോളൂ. ഞാൻ പറയുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. കേൾക്കുന്നുണ്ടോ മോളെ? അതായത് നമ്മൾ ഈ ഫോർമുലാസ് പഠിക്കുമ്പോൾ നമ്മളൊന്ന് കൂളായിരിക്കണം, നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിരിക്കണം. എല്ലാ കുട്ടികളും വളരെ റിലാക്സ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. cos x plus cos y എന്ന് പറയുമ്പോൾ പ്ലസ് ആണല്ലേ, പോസിറ്റീവ് അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ? പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ കോസുകാര് അവരുടെ ആൾക്കാർ തന്നെ വരുള്ളൂ. അവരുടെ ആൾക്കാർ തന്നെ വരുള്ളൂ. മിക്സ്ഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ സൈനിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെ ചിന്തിക്കണം. cos x plus cos y, കോസിന്റെ ഫാമിലിനെ മാത്രം അവർ ഇറക്കി വിടും. അപ്പൊ എങ്ങനെ കിട്ടും? 2 cos x plus y by 2 cos x minus y by 2 എന്ന് കിട്ടും.
കേൾക്കണ്ടോ പവിത്ര? Yes, sir. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ആശയക്കുഴപ്പം വരുന്നു. കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ട് അവര് കോസുകാരെ തന്നെയാണ് തിരിച്ചുവിടുക. 2 cos x plus y by 2 cos x minus y by 2. cos x minus cos y. കണ്ട ആ ഡിഫറൻസ് കണ്ട? cos x minus cos y. മെയിൻ സൈൻ ഈസ് നെഗറ്റീവ്. മെയിൻ സൈൻ നെഗറ്റീവ് വന്നു. ആ നടുക്കിലത്തെ സൈൻ നെഗറ്റീവ് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് കോസുകാര് പിൻവാങ്ങും. ഞങ്ങളില്ല, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, സൈനിന്റെ മൊത്തം അങ്ങ് വിട്ടുതരാം. അപ്പൊ -2 sin x plus y by 2 sin x minus y by 2 എന്ന്. അപ്പൊ ഇനി മറക്കാൻ സാധിക്കില്ല. cos x plus cos y യും cos x minus cos y തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് cos x plus cos y. ആ പ്ലസ് വന്നത് കൊണ്ട് അവന്മാര് എന്ത് വിടും? ആ പ്ലസ് വന്നത് കൊണ്ട് അവന്മാര് പറയും ഞങ്ങള് കോസുകാരെ മൊത്തം വിട്ടുതരാം. അപ്പൊ ഈ രണ്ട് റിസൾട്ട് പവിത്ര തന്നെ ഒന്ന് പറഞ്ഞേ. പവിത്ര കേട്ടി? Cos x plus cos y equal to cos x plus y by 2 cos x minus 2 cos x plus y by 2 cos x minus y by 2 cos x minus cos y equal to -2 sin x plus y by 2 sin x minus y by 2. മനസ്സിലായോ മോൾക്ക്? ആ പ്ലസും മൈനസും വരുന്ന വ്യത്യാസങ്ങള്. Yes, sir. കോസ് എക്സ് പ്ലസ് എന്ന് പറയുമ്പോ പവിത്ര അല്ല, എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, കോസ് എക്സ് പ്ലസ് കോസ് വൈ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. കാരണം എന്താണ്? NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന റിസൾട്ടുകളിൽ ഒന്നാണ് ആ 4 റിസൾട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോസ് എക്സ് പ്ലസ് കോസ് വൈ, നടുക്കിലത്തെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ പോസിറ്റീവ് എനർജി എന്ന് പറയാം അല്ലെ. നമുക്ക് ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോ വല്ലാത്തൊരു ഫീൽ ഉണ്ടാവാറുണ്ട് അല്ലെ. പോസിറ്റീവ് ആണ്. അവരോട് എന്തു പറഞ്ഞാലും അവർ പോസിറ്റീവ്. അവരൊരിക്കലും നമ്മളെ നെഗറ്റീവിലേക്ക് ആക്കുന്നില്ല. അപ്പൊ കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറയുമ്പോ അവര് ആ പോസിറ്റീവ് ആയുള്ള ഫാമിലിയിലുള്ള ആളുകളെ തന്നെ ചൂസ് ചെയ്യും. യുവർ ആൻസർ ഈസ് 2 cos x plus y by 2 cos x minus y by 2 എന്നുള്ള മനോഹരമായ ആൻസർ അതിന് നമുക്ക് നൽകും. cos x minus cos y, ആ നടുക്കിലത്തെ ചിഹ്നം cos x minus cos y, നടുക്കിലത്തെ ആള് മൈനസ് ആകുമ്പോൾ അവര് പറയും ഞങ്ങളെ വിട്ടുതരാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സൈനുകാരെ ഞങ്ങള് വിട്ടുതരാം എന്ന് പറയുമ്പോ -2 sin x plus y by 2 sin x minus y by 2 എന്നുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു റിസൾട്ടിലേക്കാണ് അവര് എത്തിപ്പെടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അത് എപ്പോ ചോദിച്ചാലും പറയാൻ പറ്റില്ലേ? പറ്റില്ലേ? Yes, sir. യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. അടുത്ത പറയേണ്ട കുട്ടിയുടെ പേര് റെഡി ആവാം. അടുത്ത ആള് അഗ്നിവേഷ്. കൃഷ്ണ പ്രദീപ്, കൃഷ്ണ സുനിൽ, രാജകൃഷ്ണ TR. ഓക്കെ മോനെ കേൾക്കാമോ? മോൻ ഇങ്ങോട്ട് പറയുന്നത് അത്ര വ്യക്തതയില്ല. രാജകൃഷ്ണ ഒന്ന് പറഞ്ഞോ. രാജകൃഷ്ണ sin 2x. sin 2x is equal to 2 sin x cos x. Okay, very good. ഇപ്പൊ okay. 2 tan x Then by Purnami? 1 plus tan square x. Okay, രാജകൃഷ്ണ. പൗർണമി പ്രദീപ്, Yes, sir. പൗർണമി റെഡി അല്ലേ? Yes, sir. ഏത് ചോദിച്ചാലും പൗർണമി ആയിക്കോട്ടെ. എന്നാ പിടിച്ചോ പൗർണമി. sin x plus sin y. Sin x plus sin y. 2 sin x plus y by 2 cos x minus y by 2. ഓക്കെ, വെരി ഗുഡ്. നോട്ടാക്കിക്കോ. അവിടെയും മക്കളെ, പൊന്നു മക്കളെ, അവിടെ ശ്രദ്ധിക്കുക. sin x plus sin y, sin x plus sin y, sin x plus sin y എന്ന് പറയുമ്പോ sin x plus sin y മെയിൻ സൈൻ പ്ലസ് ആണ് അല്ലെ. പോസിറ്റീവ് ആവുമ്പോ ആദ്യം തന്നെ അവന്മാരാണ് വരിക. ആദ്യം തന്നെ ആ ഗ്രൂപ്പുകാരെ തന്നെ ആയിരിക്കും എൻട്രി ഇടുക. 2 sin x plus y by 2 എന്ന് വരും. cos x minus y by 2. 2 sin x plus y by 2 cos x minus y by 2.
പവിത്ര പി ഉണ്ട്. പവിത്ര പ്രസന്നൻ. അരുണിമ കെ എസ്. അരുണിമ കെ കെ. ആരാണ് വന്നിരിക്കുന്നത്? അരുണിമ. യെസ്. അരുണിമ വീഡിയോ ഓണാക്കി കാണാനായിരുന്നു. ഓക്കെ, അരുണിമ തയ്യാറല്ലേ ചോദ്യത്തിലേക്ക് വരാനായിട്ട്? തയ്യാറാണ്. അരുണിമ പിടിച്ചോ. അരുണിമ, tan x minus y. Tan x minus y equal to tan x minus tan y by 1 plus tan x tan y into tan y. Very good, very good, very good, very good. Then Aaron Anthony. Aaron Anthony. Yes, sir. Ready അല്ലേ മോനെ? പിടിച്ചോളൂ, ചോദ്യം പിടിച്ചോളൂ. ഓക്കെ ആരോൺ, റെഡി. ആരോൺ ഉഷാറല്ലേ? ചായ കുടിച്ചോ? കുടിച്ചിട്ടില്ല. ഇപ്പൊ എഴുന്നേറ്റിട്ടുള്ളൂ? ഓക്കെ, പഠിച്ചാർന്നാ മോൻ? മുഴുവൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? എഴുതി പഠിച്ചിട്ടുണ്ടോ റിസൾട്ട്സ്? കുറച്ച് എഴുതി പഠിച്ചിട്ടുണ്ട്. എല്ലാം എഴുതി പഠിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് പഠിക്കുമ്പോ നമുക്ക് കുറച്ചറിവേ ഉണ്ടാവുള്ളൂ. അപ്പോ മുഴുവനായിട്ട് എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ എന്നാ പിടിച്ചോ, ചോദ്യം പിടിച്ചോ. sin 3x സാരമില്ല, ഒരു 10 പ്രാവശ്യം എഴുതിക്കോളൂ. ഇവിടെ ഇരുന്ന് തന്നെ എഴുതിക്കോ. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ആരോന്റെ പേര് വിളിക്കാം. പഠിച്ചോളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പഠിക്കുമ്പോഴാണ് പ്രശ്നം. നേരത്തെ ഞാനൊരു സൂചന കൂടി തന്നു, ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയണ്ടായി. സാരില്ല, മോനൊന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതി പഠിച്ചു. ആരോൺ. അഭിരാം. അഭിരാം അഭിരാം ഒന്ന് ഓണാക്കിക്കോളൂ. അഭിരാമ്. അഭിരാമിനെ കണ്ടതിൽ വളരെ സന്തോഷം. വീഡിയോ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അഭിരാം എവിടെയാണ് താമസിക്കുന്നത്? ഓക്കെ. ക്ലാസിന്റെ തുടക്കം തൊട്ട് ഉണ്ടായില്ല. ഈ ട്രിഗണോമെട്രിയുടെ തുടക്കം പോലെ ഉണ്ടായിരുന്നോ? ട്രിഗണോമെട്രിയുടെ തുടക്കം തൊട്ട് ഉണ്ടായിരുന്നു. മറ്റേത് നമ്മൾ ഇന്ന് വൈകുന്നേരം വീണ്ടും എടുക്കുമല്ലോ സെറ്റ്സ് ഒക്കെ. സാവിയോ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അവൻ പേടിക്കൊന്നും വേണ്ട, ഇത് കേട്ട് വൈകുന്നേരം വീണ്ടും ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. സെറ്റ്സ് ഉണ്ടാവും വൈകുന്നേരം ഒക്കെ. അപ്പൊ അഭിരാം എങ്ങനെയായിരുന്നു? അഭിരാമിന്റെ പഠനം എഴുതിയാണോ പഠിച്ചിരുന്ന അഭിരാം? ചിലത് മുഴുവനായി എഴുതി പഠിച്ചിട്ടുണ്ടായില്ല. മുഴുവൻ എഴുതി പഠിക്കണം കേട്ടോ. ഇന്ന് മറ്റു കുട്ടികൾ ആ റിസൾട്ട്സുകളൊക്കെ എഴുതിയൊക്കെ പഠിച്ചോളൂ കേട്ടോ. നമ്മൾ ഇന്ന് കൂടുതലും ചോദ്യം ചോദിക്കലാണ്. ട്രിഗണോമെട്രിയുടെ ഒക്കെ ചാപ്റ്റർ നമ്മൾ ചോദ്യം ചോദിക്കാതെ പോയിട്ട് കാര്യമില്ല. അപ്പോ മറ്റുള്ളവർ വെറുതെ ഇരിക്കണ്ട, ഒരാളും വെറുതെ ഇരിക്കണ്ട, എഴുതി പഠിച്ചോളൂ റിസൾട്ട്സുകള്. കാരണം റിസൾട്ട്സിന്റെ ശക്തി പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. റിസൾട്ട് അറിയാത്ത ഒരു കുട്ടിക്ക് ഒരു കണക്ക് പോലും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ചോദ്യം ചോദിക്കാതെ ഒരു നിവൃത്തിയില്ല. ഓക്കെ, വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അഭിരാം, അപ്പോ മോൻ ശ്രദ്ധിക്കണം, ഒരു കാര്യം എന്ന് പറയുന്നത് ആവേശത്തോടു കൂടി മനസ്സിലാക്കി എഴുതി പഠിക്കണം കേട്ടോ അഭിരാമേ. എന്നാലേ കിട്ടുള്ളൂ. നമ്മൾ തന്നെ സ്വയം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ മോൻ ഒരു കാര്യം ചെയ്തോളൂ, ഇതിനൊന്ന് ഉത്തരം പറയാൻ ശ്രമിച്ചേ. cos x plus cos y. Cos x plus cos y is equal to 2 cos x plus y into cos x minus y by 2. ഒരെണ്ണത്തിൽ ആ cos x plus y by 2 എന്ന് പറയാൻ മറന്നുപോയി. അതാ പ്രാക്ടീസ് ചെയ്യാത്തോടെ. അപ്പോ x plus y by 2 എന്നുള്ളത് മോന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. അത് ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണ്. അപ്പൊ ഒന്ന് 10 പ്രാവശ്യം ആ റിസൾട്ട് ഒന്ന് എഴുതിക്കോ. ഒരു 10 നിമിഷം കഴിയുമ്പോൾ ഞാൻ വീണ്ടും പേര് വിളിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വസുദേവ്. വസുദേവ്, വീഡിയോ ഓണാക്കാൻ പറ്റുമോ? നോക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. റെഡിയാണോ വസുദേവ്? വസുദേവ് റെഡിയാണോ?
നെറ്റ് കട്ടായി തോന്നുന്നു. സാർ ഓക്കെ സാറില്ല, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു. വസുദേവ് പറയട്ടെ, ചോദ്യം പറയട്ടെ. എഴുതി പഠിച്ചിട്ടുണ്ടോ? എന്ന് പറയുമ്പോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. ഉഷാറായിട്ട് എഴുതി പഠിക്കണം. കോസ് 2x ടാനുമായി കണക്റ്റഡ് ആവുന്ന ഫോർമുല പറഞ്ഞു. കോസ് 2x ടാനുമായി കണക്റ്റഡ് ആവുന്ന ഫോർമുല 1 - tan square x by 1 + tan. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും നന്നായിട്ട് നല്ല സ്പീഡിൽ പറയുന്ന ആളാണോ എന്നൊക്കെ പറഞ്ഞിരുന്നത്? ഞാൻ പഠിക്കാറില്ല, വായിച്ച് പഠിക്കാറ്. അത് പറ്റില്ല. ഇനി +1 +2 മാത്തമാറ്റിക്സിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം കേട്ടാ. മാത്സ് എഴുതി പഠിക്കാതെ ഒരു കാരണവശാലും വായിച്ച് പഠിക്കുകയും വായിച്ച് ചെയ്ത് പഠിച്ചു പോണ കുട്ടിക്ക് സ്പീഡ് ഉണ്ടാവില്ല പ്രോബ്ലം ചെയ്യുമ്പോ. വീട്ടിലിരുന്ന് അപ്പൊ ഇനി വസുദേവ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ പ്രോബ്ലംസും 2 പ്രാവശ്യം എഴുതി പഠിക്കേണ്ടി വരും കേട്ടോ, സ്കൂള് തുറക്കണ വരെ. ഓക്കെ, സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ആൾക്ക് ചോദ്യത്തിലേക്ക് പോവാം. പേര് പറയാം. അഭിനന്ദന. വീഡിയോ ഓണാക്കിയേ. മോള് ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററിലൊക്കെ ഫുൾ ആയിട്ട് ഉണ്ടായതല്ലേ? അപ്പൊ ഉഷാറാണല്ലോ. സൗണ്ട് ഒക്കെ കേട്ടിട്ട് എപ്പോ ചോദിച്ചാലും മറുപടി പറയുന്ന ആളെ പോലെ ഉണ്ടല്ലോ. എഴുതി പഠിച്ചിട്ടില്ല? കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, പതുക്കെ പഠിച്ചെടുത്താൽ മതി. ഇന്നിപ്പോ പറയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചയൊക്കെ സമയമുണ്ട്, ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർത്താൽ മതി. കേൾക്കുന്നുണ്ടോ? ഒട്ടും ടെൻഷൻ വേണ്ട. sin 3x ഇങ്ങോട്ട് പോരട്ടെ. sin 3x = 3 sin x minus 4 sin cube x. അത്രയുള്ള കേസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. കൃഷ്ണ പ്രദീപ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ പ്രദീപ് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ആ കുട്ടിക്ക്. അഭിനവ് ടി വി സംസാരിക്കല് കുറവാണ്. അഭിനവ് ടി വി രംഗത്തേക്ക് വരണം കേട്ടോ. ആദിത്യൻ എസ് എല്ലാവരോടും ചോദ്യം ചോദിക്കട്ടോ. എല്ലാവരോടും ചോദ്യമുണ്ട്. ആദിത്യൻ എസ് റാൻഡമായിട്ടല്ല. ആദിത്യൻ എസ് വീഡിയോ നോക്കാൻ പറ്റുമോ കുട്ടാ? ആദിത്യൻ ഒന്ന് ആ ഫേസിന് അഭിമുഖമായി ക്യാമറ. ഓക്കെ, ആദിത്യൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ആദിത്യന്റെ പഠനമൊക്കെ നന്നായി പോണു. എടുക്കാൻ അങ്ങനെ പറയണം കേട്ടോ. നന്നായി പോകുന്നു തന്നെ പറയണം. കുഴപ്പമില്ല എന്നുള്ള വാക്ക് നമുക്ക് ഒഴിവാക്കണം. ആദിത്യന്റെ താമസം? ഞാൻ തൃശ്ശൂരാണ്. ട്രിഗണോമെട്രിക്ക് മോൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എഴുതി പഠിച്ചായിരുന്നോ? ഞാൻ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു സാറാ. പക്ഷെ ഞാൻ പകുതി എഴുതി പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ് മുഴുവൻ എഴുതി പഠിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. അടുത്ത രാഷ്ട്രത്തില് എഴുതി പഠിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും മാത്തമാറ്റിക്സ് പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ വിഷയവും പഠിക്കണം. എന്നിട്ടായിരിക്കണം നമ്മളുടെ മറ്റു തിരക്കുകളിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പറയാൻ റെഡിയാണോ ആദിത്യൻ? അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. ഇപ്പോ മോനൊരു കാര്യം ചെയ്യണം. ഈ ഗ്യാപ്പിലൊക്കെ എഴുതി പഠിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ചോദ്യം ചോദിക്കാല്ലോ, അപ്പൊ ആ ഗ്യാപ്പിൽ എഴുതി പഠിക്കണം. ഓക്കെ, കുഴപ്പമില്ല. എന്നാ പിടിച്ചോ, ചോദ്യം പിടിച്ചോ. cos 3x പറഞ്ഞോളൂ. അയ്യോ, അത് എനിക്കറിയില്ല സാർ. എഴുതി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ എഴുതി പഠിച്ചോ. 10 പ്രാവശ്യം എഴുതിക്കോ കേട്ടോ. മറ്റൊരു സെൽസുകളും എഴുതി പഠിക്കണം. ഒരു 2-3 പ്രാവശ്യമൊക്കെ എഴുതി പഠിക്കണം കേട്ടാ. അപ്പൊ ഉഷാറാവൂട്ടാ. ഓക്കെ,
വേഗം എഴുതിക്കോ, വളരെ ഉഷാറായിട്ട് എഴുതിക്കോ. ദെൻ അഭിനവ് AM പറഞ്ഞു, അഭിനവ് TV, ആദിദേവ് TJ പറഞ്ഞു, ആദിത്യന് AS പറഞ്ഞു. വരുന്നു അഫ്രീൻ. അഫ്രീൻ അഫ്രീൻ യെസ് സർ. യെസ് അഫ്രീൻ. സർ ഞാൻ പുതിയതായി ചേർന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ. അഗ്നിവേഷ് അപ്പു. അഗ്നിവേഷ്. ഐഷ ഇപ്പൊ ബോറടിച്ച് വെറുതെ ഇരിക്കാണോ? ഐഷ എഴുതി പഠിക്കാല്ലോ ഐഷ? ഇപ്പഴാ വായിച്ചു പഠിക്കാലോ അതോ വെറുതെ ഇരിക്കാണോ? അല്ല, വെറുതെ ഇരിക്കും. അല്ലല്ല, വായിച്ചോളൂട്ടാ, വായിച്ചു പഠിച്ചോ. ഓക്കെ. എനിക്ക് തോന്നിയിരുന്നു ഐഷ വെറുതെ ഇരിക്കാണെന്ന്. എനിക്ക് ചോദ്യം ചോദിക്കണ്ടേ ഈ കുട്ടികളോട്, അല്ലെങ്കിൽ അവര് പഠിക്കാണ്ട് വരില്ലേ? എനിക്ക് തോന്നിയത് ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഐഷ വെറുതെ ഇരിക്കാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് പഠിച്ചോളൂ. അശ്വന്ത് ചോദ്യം ചോദിച്ച ആൾക്കാരൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. റിസൾട്ട് എനിക്ക് എല്ലാവരോടും ചോദിക്കേണ്ട ആവശ്യകതയുണ്ട്. ഈ ട്രിഗണോമെട്രി ആയതുകൊണ്ട് എനിക്ക് ആരും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുറച്ച് സമയം ചോദ്യം ചോദിച്ചു പോവും. അത് നിങ്ങൾ സമയം പോക്കായിട്ട് കരുതണ്ട. അൽഫിദ. അൽഫിദ ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നോ മോള്? ഉണ്ടായിരുന്നു. റിസൾട്ട്സ് മോള് എഴുതി പഠിച്ചിട്ടുണ്ടോ? ഓക്കെ മോളത് ചോദ്യം പിടിച്ചോ? തയ്യാറല്ലേ? യെസ്. cos x plus cos y. cos x plus cos y is equal to 2 cos x plus y by 2 cos x minus y by 2. Okay, very good, very good, very good. Then Amna Siraj. Amna Siraj. Yes sir. Amna Siraj ready ആണോ? Yes sir. എവിടെയാ താമസം? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര്. അമ്ന ക്ലാസിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നോ ട്രിഗണോമെട്രിയുടെ? ട്രിഗണോമെട്രിയുടെ ഉണ്ടായിരുന്നു. ട്രിഗണോമെട്രിയുടെ ഉണ്ടായിരുന്നു. മറ്റു ചാപ്റ്ററുകളൊക്കെ വളരെ എളുപ്പാട്ടോ. ഇത്രയും ഫോർമുലാസ് ഒന്നും ഇല്ലാട്ടോ. കണ്ട് പേടിക്കൊന്നും വേണ്ടാട്ടോ അമ്ന. സെറ്റ്സ്, റിലേഷൻസ് എല്ലാം എളുപ്പമാണ്. മാത്സ് ട്രിഗണോമെട്രിയും എളുപ്പമാണ്. ഒരു അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ ഉണ്ട്. കാരണം കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഏത് വമ്പൻ പ്രോബ്ലവും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേൾക്കുന്നുണ്ടോ അമ്ന? സിമ്പിൾ ആണ്. അപ്പൊ മോള് വളരെ സിമ്പിൾ ആയിട്ട് ആ sin 2x സൈനുമായി കണക്റ്റഡ് ആവുന്ന ഫോർമുല ഒന്ന് പറഞ്ഞ്. sin 2x ഈക്വൽ ടു പോരട്ടെ? 2 sin x cos x. ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല, ശരി ഉത്തരമാണ് കേട്ടാ. ഓക്കെ, അമ്ന സമ്മർദ്ദത്തിന്റെ ആവശ്യമൊന്നുമില്ല, എഴുതി ഒന്ന് പഠിച്ചാൽ മതി. ശരിയായ ഉത്തരമാണ് നൽകിയത്. ഓക്കെ, വെരി ഗുഡ്. Then Amna Siraj. Then next Anaga PS. Anaga PS. Yes sir. Anaga PS ready അല്ലേ മോളെ? Yes sir. ഏത് വന്നാലും പടപടാന്ന് പറയുന്നതാണ് പറയുന്നത് അല്ലേ? അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല. എന്നാ പിടിച്ചോ മോളെ. tan x plus y. Tan x tan x plus tan y by 1 minus tan x tan y. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയുള്ള കേസ്, സിമ്പിൾ പരിപാടിയാണ്. ഇത്രയുള്ള കേസ്. Okay sir. വെരി ഗുഡ്. അനീന M ജലീൽ. അനീന M ജലീൽ. അനീന. Yes sir. മോളെ റെഡിയാണോ മോളെ? ഓക്കെ, ചോദിക്കട്ടെ അനീന? ഓക്കെ, വീഡിയോ ഒക്കെ ഓണാക്കി. നല്ല കുട്ടി, ഞാൻ പറയാതെ തന്നെ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. മോള് പറഞ്ഞു മോളെ. cos x മൈനസ് cos y. cos x minus 2 sin x plus y by 2 sin x minus y by 2. ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരു നെഗറ്റീവ് മോളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി.
cos x minus cos y minus 2 sin x plus y by 2 sin x minus y by 2. ഒരു നെഗറ്റീവ് കയ്യിൽ നിന്ന് പോയി അല്ലേ? സാറില്ല കേട്ടോ. ഒരു 3 പ്രാവശ്യം എഴുതിക്കോളൂ കേട്ടോ, 3 പ്രാവശ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാലും ശരി ഉത്തരമായിരുന്നു. തുടക്കം എന്ന നിലയിൽ ഒരു മൈനസ് അല്ലേ പോയുള്ളൂ, അത് ശരിയാക്കാവുന്നുള്ളൂ കേട്ടോ. ഓക്കെ അനീന, സാരല്ല. ഓക്കെ, അടുത്തതിൽ ശരിയാക്കാം. ദെൻ അനുരാഗ് പറഞ്ഞു. അനുരാഗ് വീഡിയോ ഓൺ ആക്കൂ. ഒരു മിനിറ്റ്, ചിലപ്പോ നെറ്റ് ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ്. അനുരാഗ് എന്തോ പ്രശ്നമുണ്ട് ലൈനില്. അർച്ചന 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 മോളെ റെഡി അല്ലേ? വീഡിയോ ഓൺ ആക്കിക്കോളൂ. അർച്ചന റെഡി അല്ലേ? പഠിച്ചു കഴിഞ്ഞു അർച്ചനയുടെ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അർച്ചനക്ക് പറയാം. sin x plus sin y. Sin x plus sin y 2 sin x plus sin y 2 sin x plus y by 2 cos x minus y by 2. ശരിയാണ്. ഇത്രയുള്ള കേസ്. വളരെ സന്തോഷം അർച്ചന, ശരി ഉത്തരം. അർജുൻ റെഡി അല്ലേ? അർജുന് പറയാം sin x minus sin y. sin x into cos y minus cos x into sin y. sin x minus y അല്ല, sin x minus sin y. sin x minus y. അപ്പൊ 1 2 3 പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചു കേട്ടോ. sin x minus sin y എന്ന് പറയുമ്പോ sin x മൈനസ് മെയിൻ സൈൻ മൈനസ് ആണ്. 2 cos x plus y by 2 sin x minus y by 2. 2 cos x plus y by 2 sin x minus y by 2 എന്ന്. അരുണിമ KS ഒരു അരുണിമ ഉത്തരം പറഞ്ഞു പോയി. ഏത് അരുണിമയാണ് ഉത്തരം പറഞ്ഞു പോയത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇനീഷ്യൽ പ്ലീസ്. അപ്പൊ KS റെഡിയാണ്, തയ്യാറാണ്. sin x plus y sin x plus y ഈ ചോദ്യം sin x plus y ഈ sin x plus y പറഞ്ഞു ഈക്വൽ ടു ഡാഷ്. കേൾക്കുന്നുണ്ട്. sin x cos y plus cos x sin y. ശരിയാണ്. ശരി ഉത്തരമാണ് കേട്ടോ, ശരി ഉത്തരമാണ്. sin x plus y കറക്റ്റ് ആണ്. അരുണിമ KK. ആഷ്ലിൻ എബി റോയ് മോൻ എങ്ങനെയാണ്? റെഡിയാണ്? വീഡിയോ ഓൺ ആക്കാമോ? നെറ്റിന് പ്രശ്നമുണ്ട്. സാറില്ല. ആഷ്ലിന് ഉത്തരം പറയാൻ റെഡിയല്ലേ? ആഷ്ലിൻ ആൻസർ പറയാൻ റെഡിയാണ്. ആഷ്ലിൻ പിടിച്ചോ, ചോദ്യം പിടിച്ചോളൂ. ആഷ്ലിൻ പറയേണ്ട ഉത്തരം cos x plus y. cos x plus y cos x cos y minus sin x sin y. ഓക്കെ, ശരി ഉത്തരം. വെരി ഗുഡ്. അശ്വിൻ ബിജു. യെസ് സർ. അശ്വിൻ ബിജു റെഡി അല്ലേ? അശ്വിൻ ഈ തുടക്കം മുതൽ ഉണ്ടായിരുന്നോ ഈ ചാപ്റ്ററിന്റെ? ഉണ്ടായിരുന്നു സാറേ. വെരി ഗുഡ്. അപ്പൊ വളരെ എനർജറ്റിക് ആയിട്ട് ആൻസർ പറയാൻ പറ്റുള്ളൂ അശ്വിന്. യെസ് സർ. എവിടെയാണ് വീട് മോന്റെ? അന്നമണ്ട. ഓക്കെ. അശ്വിൻ ബിജുവിന്റെ ആദ്യത്തെ ചോദ്യം പിടിച്ചോളൂ. അശ്വിൻ ബിജു, tan x plus y. അശ്വിൻ സാർ ഒന്നുകൂടി പറഞ്ഞേ. tan x plus y
tan x plus y ആണോ? അതെ അതെ, tan x plus y. tan x plus tan y by 1 minus tan x tan y. ഓക്കെ, വെരി ഗുഡ്. ശരി ഉത്തരമാണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. Then Avantika Sumod. Yes, sir. Avantika Sumod ready അല്ലേ? Avantika, sin 3x. Okay, very good. Aisha AS, രണ്ട് ഐഷകളുണ്ട്. Aisha AS. Yes, sir. Yes, Aisha AS, cos 3x. 4 cos cube x minus 3 cos x. Okay, very good, very good. Abhay Krishna. ചിന്മയി പറഞ്ഞു ഇതൽ പ്രദീപ്. പറഞ്ഞിട്ട് നേരത്തെ വന്നില്ല. ഇതൽ പ്രദീപ്. Yes, sir. ഇതൽ. ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൽ cos x plus cos y. 2 cos x plus y by 2 cos x minus by 2. X minus y by 2. Very good. Harida Nitish. Yes, sir. റെഡി അല്ലേ? ചോദ്യത്തിലേക്ക് പോവാം. ഹരിത പിടിച്ചോളൂ. tan 3x. 3 tan x minus tan cube x. ബാക്കി ഹരിത അത്രേ എഴുതിയിട്ടുള്ളൂ സർ. divided by minus 3 tan square x. അത് എഴുതിയില്ല? അത് എഴുതണം. എഴുതിക്കോ. tan 3x equal to 3 tan x minus tan cube x divided by 1 minus 3 tan square x. Divided by minus 3 tan square x. അത് എഴുതണം. ഒരു 5 ടൈംസ് ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഒന്ന് എഴുതി പഠിച്ചോളൂ. ഓക്കെ, അടുത്ത ആള് റെഡി ആവാ. ജീവൻ KFB. ജീവൻ. Yes, sir. വീഡിയോ ഓൺ ആക്കടാ. ഓക്കെ ജീവൻ. tan 2x. Tan 2x. 2 tan x by 1 minus tan square x. Very good, very good, very good. ജിസ്മി. Yes, sir. ജിസ്മി ചോദ്യം ചോദിക്കേണ്ട ആകെ ദേഷ്യത്തിലായിരുന്നു എന്നാണ് അറിഞ്ഞേ. ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? വായിച്ചോണ്ടിരിക്കല്ലായിരുന്നു? അതെ അതെ. അങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മള് ചോദ്യം ചോദിക്കാണ്ട് നമ്മള് അങ്ങനെ ഇത്രയും സമയം എടുക്കാറില്ല. ആദ്യമായിട്ടാണ് ഇത്ര എടുക്കുന്നത്. പക്ഷെ ഈ ചാപ്റ്റർ ആയാലും എനിക്ക് ചോദ്യം ചോദിക്കാണ്ട് ഇനി പ്രോബ്ലം ചെയ്യിക്കുന്നത് സാധ്യമല്ല. അപ്പൊ ഇതുകൊണ്ട് ജിസ്മിക്ക് ഉത്തരം പറയാം. ജിസ്മി, tan x minus y. tan x minus y. Tan x minus tan y by 1 plus tan x tan y. Okay, very good, very good, Jismi. Jisna. Gianna. Yes, sir. മോളോ ഓക്കെ ആണോ? റെഡി ആണോ? ആണ്. വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? പിടിച്ചോ. സാറില്ല. ക്വസ്റ്റ്യൻ തരട്ടെ. sin x plus sin y. 2 sin x plus y by 2 cos x minus y by 2. Okay, very good, very good. Kirtana Anil. Kirtana. Yes, sir. Kirtana ready അല്ലേ? മോളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എഴുതി പഠിക്കണം കേട്ടോ. tan 3x എന്ന് പറഞ്ഞ കീർത്തന അനിൽ. 3 tan x minus tan cube x by 1 minus 3 tan square x. Okay, very good. MS Abhishek. Maria James. Yes, sir. Maria, ready അല്ലേ Maria? Yes, sir.
cos x plus cos y equal to dash. Cos, sir, question number പറയൂ. Cos x plus cos y. Cos x plus cos y. 2 cos x plus y by 2 into cos x minus y by 2. ശരി ഉത്തരാണ് ട്ടോ മോളെ മെഡിക്കി. ഓക്കെ. മിനിഹ ഏത് ചോദിച്ചാലും Yes, സിമ്പിൾ sir. ആയിട്ട് മിനിഹ അല്ലേ? സിമ്പിൾ ആയിട്ട് പറയില്ലേ? sin 3x. Sin 3x, 3 sin x minus 4 sin cube x. Okay, very good, very good. Naveen, Bichu, Naveen. Yes, sir. Naveen, cos 3x. Cos 3x is equal to 4 cos cube x minus 3 cos x. Okay, very good. Nayana Babu. Yes, sir. Nayana Babu, പറഞ്ഞോളൂ. റെഡി അല്ലേ മോളെ? Yes, sir. അപ്പോൾ sin 2x ന്റെ സൈനുമായി കണക്റ്റഡ് ആവുന്ന റിസൾട്ട് 2 sin x cos x. യെസ്, വെരി ഗുഡ്. നീതു PS, നീതു നിഫ്സിയ. Yes, sir. നിഫ്സിയ റെഡി അല്ലേ മോളെ? tan x plus y. Tan x plus tan y by 1 minus tan x into tan y. ശരി ഉത്തരമാണ് നിഫ്സിയ. നിഖിൽ രാജ്. Yes, sir. റെഡി ആണല്ലോ? നിഖിൽ രാജ് പിടിച്ചോ. tan 3x. 3 tan x minus tan cube x by 1 minus 3 tan square x. Very good, Nikhil Raj. Nisha. Yes, Nisha. sir. Ready അല്ലേ Nisha? Nisha പറയേണ്ടത് cos 2x ന്റെ ഏതെങ്കിലും ഒരു റിസൾട്ട് പറഞ്ഞു. cos 2x equal to Cos square x minus sin square x. very good Nisha. Nia M. Yes, sir. Nia ready അല്ലേ? Sir. cos x plus cos y equal to dash. Sir, പോർഷൻ എടുത്തപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് പകർത്തിയെടുക്കണം. എന്നാ ട്രിഗണോമെട്രിയുടെ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. sin x plus y. sin x cos y plus cos x sin y. ശരിയാണ്. അപ്പൊ ആബ്സെന്റ് ആയ ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും കണ്ട് അത് ഒന്ന് റെഡി ആക്കണം കേട്ടോ മോളെ. ഓക്കെ, വെരി ഗുഡ്. പാർത്ഥസാരഥി. പാർത്ഥൻ. sin 3x. 3 sin x minus 4 sin cube x. ഓക്കെ. പവിത്ര കേട്ട് പറഞ്ഞു. പൗർണമി, രാജകൃഷ്ണ, വിനിത ഒക്കെ പറഞ്ഞു. റിസാന. സഹല സിറാജ്. സജില ഫാത്തിമ. Yes, sir. സജില ഫാത്തിമ റെഡി അല്ലേ സജില? Yes, sir. പറഞ്ഞോ സജില ഫാത്തിമ. sin x plus sin y. Sin x plus sin y is equal to sin x 2 sin x plus y by 2. ശരിയാണ്. Cos x minus y by 2. Okay, very good. Sana ES. Yes, sir. Sana ES ready അല്ലേ മോളെ? Yes, sir. Sana ES നൽകേണ്ട ഉത്തരം sin 3x equal to dash. Sin 3x equal to 3 sin x minus 4 sin cube x. ശരി ഉത്തരം. സന VM. സർ, ഞാൻ അഫ്രിനാണ്. ഓക്കെ. ശിവപാർവതി. Yes, sir. cos 3x. Cos 3x is equal to 4 cos cube x minus 3 cos x. Very good. Shivani. Yes, sir. Shivani പറഞ്ഞ മോളെ tan 3x.
tan 3x is equal to 3 tan x minus tan cube x by 1 minus 3 tan square x. Very good. Suhana Anif. Yes, sir. Suhana Anif പറഞ്ഞോളൂ. Tan 2x equal to tan 2x. 2 tan x by 1 minus tan square x. Very good. Suhana EA. Yes, sir. Sin 3x equal to. Sin 3x is equal to 3 sin x minus 4 sin cube x. Okay, very good. Vivek VS. Sir. Vivek പറഞ്ഞ മോനെ cos x plus cos y. 2 cos x plus y by 2 cos x minus y by 2. Vrinda Babu, very good മോനെ. Vrinda. Sir. Vrindയ്ക്ക് പറയാം sin 2x. Sin 2x is equal to 2 sin x cos x. Vishnu. Yes, sir. Vishnu പറയേണ്ട ഉത്തരം sin 3x. 3 sin x minus 4 sin cube x. Okay. കുറച്ച് കുട്ടികൾക്ക് ഇമ്പോസിഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അവരത് എഴുതി കഴിഞ്ഞാർന്നോ? ആരോൺ ആന്റണി എഴുതി കഴിഞ്ഞോ? പഠിച്ചോ? ചോദിക്കാട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എഴുതിയെടുത്തോളൂ കേട്ടോ. അടുത്ത ചോദ്യം എഴുതാം. Prove that. എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. Prove that cos 4x equal to. Prove that cos 4x equal to 1 minus 8. ഇത് ചെയ്തായിരുന്നോ? നമ്മൾ ചെയ്ത പോലെ തോന്നുന്നുണ്ടല്ലോ. Yes, sir. ചെയ്ത പോലെ തോന്നുന്നു. Prove that cos 6x equal to 32 cos raised to 6x. 32 cos raised to 6x minus 48 cos raised to 4x. 48 cos raised to 4x plus 18 cos square x minus 1. 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. Prove that cos 6x equal. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് നോക്കാം. റെഡിയാണോ? ആലോചിക്കണല്ലേ? Yes, sir. അപ്പൊ ഐഷ എന്ന് തുടങ്ങാം. ഐഷ cos 6x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. LHS വന്നിരിക്കുന്നത് cos 6x എന്നാണ്. ഐഷ എങ്ങനെയായിരിക്കും ഇത് ചിന്തിച്ചു കൊണ്ടുവരാൻ? ഐഷ പറഞ്ഞോ. ഐഷ cos 3x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണോ 4 cos cube? ഐഷയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്ന? ഐഷ 4 cos cube അവിടെ 6x കാരണം 4 cos cube 2x minus 3 cos 2x. അങ്ങനെ കൊടുത്ത് മോള് മൂവ് ചെയ്യും അല്ലേ? അങ്ങനെ കൊടുത്തൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ എന്താ അവസ്ഥ എന്ന് കാണണം. ഒന്ന് ചെയ്ത് നോക്കി. മോള് കണ്ടോ? അശ്വന്ത്. യെസ് സർ. നീ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നു. ഐഡിയ പറഞ്ഞാൽ മതി, മനസ്സിനകത്തുള്ള കാര്യം. LHSനെ എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യാം? ഒരു ഐഡിയ വേണില്ല? ഇല്ല. സാറില്ല. സജില ഫാത്തിമ. അഭിനവ് AM. സർ കിട്ടിയിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കാണ്. ഓക്കെ.
ആദിദേവ് TJ. സർ ആ സർ കിട്ടണ്ട നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ഞാൻ തുടക്കം ഇട്ട് തരാം, ശ്രദ്ധിക്കാം. ഐഷ ശ്രദ്ധിച്ച മോളെ. കോസ് 6x നമ്മളൊരു ഫോർമുല ശ്രദ്ധിക്കാം. ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. കോസ് 2x. ഐഷ പറഞ്ഞത് കുറച്ച് ശരിയാണ്, 50% ശരിയാണ്. അന്ന് 50% പ്രശ്നങ്ങൾ ഉണ്ട്. കോസ് 2x ഒരു ഫോർമുലയുണ്ട്. 2 cos square x minus 1 നമ്മൾ പഠിച്ചതാണ്. കോസ് 2x ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചത്. 2 cos square x minus 1. ഇവിടെ എല്ലാം കോസ് ആണ് RHS വന്ന് പെട്ടിരിക്കുന്നത്. ഇവിടെ 2 വന്നപ്പോഴാണ് ഈ ആംഗിൾ 1 ആണ്. 2 cos square 1x. അപ്പൊ കോസ് 6x എന്ന് പറയുന്നത് ഒരാളും എഴുതെടുക്കണ്ട, ചുമ്മാ ബോർഡിലേക്ക് നോക്കിയിരുന്ന കൈയൊക്കെ കെട്ടിയിട്ട് ബോർഡിലേക്ക് ചുമ്മാ നോക്കിയിരിക്കാം. ഒരാൾ എന്നോടൊപ്പം എഴുതണ്ട, നിങ്ങൾക്ക് എഴുതാനുള്ള സാവകാശം തീർച്ചയായും തരും. അപ്പൊ കോസ് 2x 2 cos square x minus 1 ആണെങ്കിൽ നമ്മുടെ ഐഷ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ കടത്തിവിടാണ്. അപ്പൊ 2 cos square cos 6x equal to, അപ്പൊ എന്തായിരിക്കും എന്ന് നോക്കാം. ഇവിടെ 2 വന്നപ്പോ 1 ആണ്. അപ്പൊ 2 cos square 3x എന്ന് 6ന്റെ ഹാഫ് 3 ആണ്. 2 cos square 3x minus 1. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു cos 6x. അപ്പൊ cos square 3x നെ cos 3x whole square എന്ന് എഴുതാം. ഇത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അത് സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്തോ ഒരു നിലവാര തകർച്ച അവിടെ വരുന്നുണ്ട്. ഇത് അണ്ടർസ്റ്റുഡ് ആക്കണം. cos square 3x എന്ന് പറഞ്ഞാൽ cos 3x whole square ആണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 2 cos square 3x minus 1 cos square 3x equal to cos 3x whole square. അപ്പൊ ഇവിടെ ഭംഗിയായിട്ട് എഴുതാനും LHS equal to cos 6x equivalent ആണ് 2 cos square 3x minus 1. cos 3x ന്റെ റിസൾട്ട് അനുലക്ഷ്മി തപ്പിത്തറന്ന് പറഞ്ഞ ഉത്തരമായിരുന്നു cos 3x അല്ലെ? അനുലക്ഷ്മി ഇനി മറക്കൂല. ക്രിക്കറ്റ് കളി ഓർത്ത് അനുലക്ഷ്മി വേഗത്തിൽ പറയുന്നുണ്ട്. 4 cos cube x minus അല്ലെ അനുലക്ഷ്മി മണികണ്ഠൻ? 4 cos cube x minus ബാക്കി പറയട്ടെ മോളെ 3 cos x. അപ്പൊ ഇതാണ് നമ്മളുടെ റിസൾട്ട്. അപ്പൊ ഇവിടെ 2 cos square 3x നെ നമുക്ക് എഴുതാം. നീക്കി ഇവിടെ എഴുതാണ്, അവിടെ സ്പേസ് കുറഞ്ഞതുകൊണ്ട്. 2 into 4 cos cube x minus 3 cos x whole square minus 1 whole square. കാരണം cos square 3x എന്ന് പറഞ്ഞാൽ cos 3x whole square ആണ്. cos 3x whole square ആണ്. ഇത് a minus b whole square എന്നുള്ള ഐഡന്റിറ്റിയാണ്. a square minus 2ab plus b square. a square 2 outside a square 4 into 16 a square cos raised to 6x വരും. cos cube x whole square 3 into 2 6 a square 4 into square 16 a square minus 2ab 2 into 4 8 8 into 3 24 ab cos cube x into cos x cos raised to 4 plus b square 3 യുടെ 9 cos square x space ഇല്ലാത്തത് minus 1. This is the identity a minus b whole square, a square minus 2ab plus b square. Then open the bracket, your answer is 2 into 16, 32 cos raised to 6x, 32 cos raised to 6x minus 2 into 24, 48 cos raised to 4x plus 2 into 9, 18 cos square x 18 cos square x minus 1 equal to RHS. LHS equal to RHS, hence the proof. Once again listen. Prove that cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1 എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് cos 2x എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ് cos 2x. cos 2x equal to 2 cos square x minus 1 എന്ന cos 2x equal to once again
cos 2x equal to 2 cos square x minus 1. Similarly, cos 6x becomes 2 cos square 3x minus 1 equal to 2 into cos square 3x എന്ന് പറഞ്ഞാൽ cos 3x whole square ആണ് എന്നുള്ളതാണ്. Once again, cos square 3x equal to cos 3x whole square ആണ്. cos 3x എന്താണെന്ന് നല്ല നിശ്ചയം ഉണ്ടാകണം. cos 3x equal to 4 cos cube x minus 3 cos x. Then here answer LHS equal to cos 6x 2 cos square 3x minus 1 2 into cos square 3x. You know that cos 3x 4 cos cube x minus 3 cos x whole square minus 1 2 into this is the format a minus b whole square 4 into square 16 cos cube x cos raised to 6x minus 2ab 2 into 4 8 into 3 24 cos cube x into cos x cos raised to 4x plus 9 cos square x 9 cos square x minus 1 2 കൊണ്ട് multiplication ചെയ്യുന്നു 2 കൊണ്ട് multiplication ചെയ്യുമ്പോൾ 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos 4x minus 1 LHS equal to RHS. Hence the proof എന്ന് നമുക്ക് ലഭ്യമായി. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? പൗർണമി ക്ലിയർ ആണ്. കുട്ടികൾക്ക് പറയുന്നു മറ്റു കുട്ടികൾ യെസ് സർ. അശ്വന്ത് ഓക്കെ അല്ലേ? ആ സാറേ ഓക്കെ. എഴുതിയെടുക്കാട്ടോ. എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. റിലാക്സ് ചെയ്ത് മനസ്സിരുത്തി എഴുതിയെടുത്താൽ മതി. ഒരു ധൃതിയുമില്ല, വളരെ പതുക്കെ എഴുതിയെടുക്കാം. എഴുതി കഴിഞ്ഞോ മക്കളെ? യെസ് സാർ. ഉള്ളത് റെഡി അല്ലേ? റെഡി അല്ലേ? പറയൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ എല്ലാവരും റെഡി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. റെഡി അല്ലേ? യെസ് സാർ. സാർ ഒരു മിനിറ്റ്. കഴിഞ്ഞു സാർ. Prove that sin 2x plus 2 sin 4x sin 2x plus 2 sin 4x plus sin 6x equal to 4 cos square x sin 4x 4 cos square x sin 4x. ചോദ്യം ഒന്ന് എഴുതിയിടുക. Prove that sin 2x plus 2 sin 4x plus sin 6x equal to 4 cos square x sin 4x 4 cos square x sin 4x. ശ്രദ്ധിക്കാം. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നത് നോക്കാം. പവിത്ര കെ പി ധൃതി പിടിച്ച ആരും എഴുതണ്ട കേട്ടോ. പവിത്ര കെ പി എങ്ങനെ മുന്നോട്ട് പോവാം? ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിച്ചോ? അനുലക്ഷ്മി മണികണ്ഠൻ ആലോചിച്ചോ? ഇത് LHSന് നമുക്ക് എന്താ പറയാ sin 2x പ്ലസ് sin 6x എടുത്തിട്ട് 2 sin 4xന് എന്നിട്ട് ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത്. ഓക്കെ. മിൻഹ യെസ് സർ. ആലോചിച്ചോ? ആലോചിച്ച്. പറ. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് 2 സൈൻ 4x എടുക്കാതെ ചെയ്താലോ? ഓക്കെ അങ്ങനെ ചെയ്യാം. ഓക്കെ വെരി ഗുഡ്. അങ്ങനെ നിൽക്കട്ടെ. വെയിറ്റ് എഴുതണ്ട, വെയിറ്റ് ചെയ്യും. Then നിഖിൽ രാജ് കൃഷ്ണ പ്രദീപ് ഇതൾ
നവ്യ, നയന ബാബു, പൗർണമി. പൗർണമി പറഞ്ഞോ. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ അലീസ്. രണ്ട് രീതിയിലൂടെ ചെയ്യാം. സൈൻ 2x പ്ലസ് 2 സൈൻ 4x പ്ലസ് സൈൻ 6x. ഒരു കൂട്ടർ പറയുന്നത് സൈൻ 2x പ്ലസ് സൈൻ 6x ഫോർമുല ഉപയോഗിച്ച് കിട്ടുന്ന ആൻസറിനെ 2 സൈൻ 4xന്റെ റിസൾട്ട് ഉപയോഗിച്ച് കൊണ്ടുവന്നുള്ളൂ. നമുക്ക് ആൻസറിലേക്ക് എത്താം എന്ന് പറയുന്നു. സന്തോഷം. നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യാം. സൈൻ 2x, ഈ 2 സൈൻ 4xനെ ഞാൻ ഇങ്ങനെ എഴുതി. സൈൻ 4x പ്ലസ് സൈൻ 4x പ്ലസ് സൈൻ 6x. 2 സൈൻ 4xനെ ഞാൻ എങ്ങനെ എഴുതി? സൈൻ 4x പ്ലസ് സൈൻ 4x എഴുതിക്കൂടെ? 2x ഈക്വൽ ടു x പ്ലസ് x എന്ന് എഴുതിക്കൂടെ? പറ. ഇനി റിസൾട്ട് ഒക്കെ പോസിറ്റീവ് കിട്ടാൻ വേണ്ടിട്ട് സൈൻ മൈനസ് എക്സ് വരും, അപ്പൊ മൈനസ് സൈൻ എക്സ്. അപ്പൊ നമുക്കൊന്ന് ഭംഗിയാക്കാൻ വലുത് ഞാൻ ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ഈ 2 എണ്ണം ഗ്രൂപ്പ് ചെയ്യാണ്. ഇങ്ങനെ 2 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് വലിയ നമ്പറിനെ ഞാൻ ആദ്യം അങ്ങ് എഴുതി. നമുക്ക് ആൻസർ പോസിറ്റീവ് ആവാൻ വേണ്ടിട്ട് തന്നെയാണ്. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വലുതിനെ ആദ്യം എഴുതിയുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സൈൻ 4x പ്ലസ് സൈൻ 2x. ഇവിടെയും വലുതിന് ഞാൻ ആദ്യം എഴുതി. സൈൻ 6x പ്ലസ് സൈൻ 4x. ഞാൻ പറഞ്ഞു നിർബന്ധമൊന്നുമില്ലാന്ന് ഒറ്റയടിക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈൻ 6x പ്ലസ് സൈൻ 4x. അപ്പോ ഈ പ്രോബ്ലത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നു. 2 സൈൻ x സൈൻ 4x. 2 സൈൻ 4x becomes സൈൻ 4x പ്ലസ് സൈൻ 4x. 2x എന്ന് പറഞ്ഞാൽ x പ്ലസ് x എന്ന് എഴുതിയ ആളുകളാണ് നമ്മൾ. അപ്പൊ 2 സൈൻ 4xനെ സൈൻ 4x പ്ലസ് സൈൻ 4x. ഞാൻ വലിയ നമ്പറിന് ആദ്യം എഴുതിയിരിക്കാം. സൈൻ 4x പ്ലസ് സൈൻ 2xന്റെ റിസൾട്ട് യൂസ് ചെയ്യുന്നു. 2 സൈൻ 4x പ്ലസ് 2x ബൈ 2. 2 സൈൻ 4x പ്ലസ് 2x ബൈ 2 cos 4x മൈനസ് 2x ബൈ 2 പ്ലസ് ഇവിടെ റിസൾട്ട് 2 സൈൻ 6x പ്ലസ് 4x ബൈ 2 cos 6x മൈനസ് 4x ബൈ 2. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 sin x plus y by 2 minus y by 2 plus 2 sin 6x plus 4x by 2 cos 6x minus 4x by 2. Then your answer is 2 sin 4x plus 2x 6x by 2 3x. 2 sin 3x cos 4x minus 2x 2x by 2 cos x plus 2 sin 6x plus 4x 10x by 2 6x plus 4x 10x by 2 5x cos 6x minus 4x 2x by 2 cos x 2 sin 3x 2 sin 4x plus 2x 6x by 2 3x 2 sin 3x cos x plus 2 sin 5x cos x. അപ്പൊ ഞാൻ ഇവിടുന്ന് ആ 2 cos x ഒന്ന് ഔട്ട്സൈഡിലേക്ക് എടുക്കാം. ഇവിടെ 2 cos x 2 cos x കോമൺ. 2 cos x ഔട്ട്സൈഡിലേക്ക് എടുക്കുമ്പോൾ sin 3x പ്ലസ് sin 5x എന്ന്. sin 3x പ്ലസ് sin 5x. sin 3x പ്ലസ് sin 5x. വീണ്ടും റിസൾട്ട് ഉപയോഗിക്കണം. ഇതുവരെ ഒന്ന് എഴുതി വെക്കാം. ഇതുവരെ ഒന്ന് എഴുതി വെക്കാം. ഇതുവരെ ഒന്ന് എഴുതാം. പറഞ്ഞോളൂ. ഈ സൈൻ 2x പ്ലസ് സൈൻ 4x ഉണ്ടായിരുന്നല്ല, അത് സൈൻ 4x പ്ലസ് സൈൻ 2x എന്നാക്കില്ലേ? അപ്പ ഇപ്പൊ സൈൻ 2x പ്ലസ് സൈൻ 4x എന്നുള്ളത് ചെയ്യുന്നുണ്ടെങ്കിൽ കോസ് 2x മൈനസ് 4x എന്നല്ലേ വരാം. അപ്പൊ ഇവിടെ മൈനസ് വരൂലേ? അപ്പൊ കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്.
ഞാനൊരു റിസൾട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പൊ കോസ് മൈനസ് വന്നാലും അത് പോസിറ്റീവിലേക്കാണ് കാണിക്കുക. ഓക്കെ, അത് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വലുത് ആദ്യം എടുത്തത്. ചില കുട്ടികൾ അവിടെ വെച്ച് തെറ്റിക്കും. അവിടെ ചെറുതെടുത്താൽ കോസ് മൈനസ് എക്സ് എന്ന് വരും. കോസിന്റെ ആംഗിളിൽ മൈനസ് വന്നാൽ യുവർ ആൻസർ ഈസ് ആൾവേസ് പോസിറ്റീവ്. ക്ലിയർ? അപ്പൊ മറ്റോടായും ചെയ്യാല്ലേ, എന്നിട്ട് മൈനസ് പോസിറ്റീവ് ആക്കി എടുത്താലേ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുവരെ എഴുതാത്ത എന്നിട്ട് ഞാൻ പറയാം. കോസിന്റെ ആംഗിളില് മൈനസ്, അതുകൊണ്ടാണ് ആ മൈനസ് ഒഴിവാക്കുക എന്നുള്ള ഒരു ഭാഗത്തിന്റെ ഇതായിട്ടാണ് ഞാൻ ആ വലിയ നമ്പർ ആദ്യം എഴുതിയത് കേട്ടോ. വലിയ നമ്പർ ആദ്യം എഴുതിയത്. സൈൻ 4x ആദ്യം എഴുതിയത്. സൈൻ 2x ആണ് ആദ്യം എഴുതിയെങ്കിൽ കോസ് അവിടെ മൈനസ് എക്സ് എന്ന് വരും. അപ്പോഴും ഉത്തരമൊക്കെ സെയിം തന്നെയായിരിക്കും. കോസിന്റെ ആംഗിളിൽ നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇതുവരെ എഴുതിയോ? Yes, sir. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നോക്കിയാൽ ശ്രദ്ധിക്കാം. ആദ്യത്തെ ഇതുവരെ എഴുതിയില്ല. ശ്രദ്ധിക്കാം. അപ്പൊ അവിടെ വരുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. അവിടെ വരുന്നത് 2 cos x. ഞാൻ ബിഗ് നമ്പർ തന്നെ ആദ്യം എഴുതി. സൈൻ 5x പ്ലസ് സൈൻ 3x. സൈൻ 5x പ്ലസ് സൈൻ 3x. 2 cos x into sin x plus sin y. 2 sin 5x plus 3x by 2. 2 sin 5x plus 3x by 2. 2 sin 5x plus 3x by 2. Cos 5x minus 3x by 2. വീണ്ടും അവിടെ റിസൾട്ട് ആക്റ്റീവ് ആക്കി. 5x അവിടെ കോസ് 5x minus 3x by 2. 2 cos x 2 sin 5x plus 3x by 2. Cos 5x minus 3x by 2. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. Equal to 2 cos x 2 sin 5 plus 3 8x by 2 4x. Cos 5 minus 3 2x by 2 cos x. 2 sin 4x cos x എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അവിടെ 2 into 2 2 into 2 4 2 into 2 4 cos square x sin 4x. 2 into 2 4 cos x cos square x sin 4x. LHS equal to RHS. Hence the proof. LHS equal to RHS. Hence the proof. LHS equal to RHS. Hence the proof. LHS equal to RHS. Out of 2 into 2 4 cos square x sin 4x. LHS equal to RHS. Hence the proof. Clear? Yes, sir. Yes, sir. Yes, sir. ഏതാ എന്തോ പറഞ്ഞല്ലോ. ഏതാ ക്ലിയർ അല്ല. നിഖിൽ രാജു പറയും. ശ്രദ്ധിക്കാം. ഇവിടെ കോമൺ ആയിട്ട് 2 cos x ഔട്ട്സൈഡിലേക്ക് എടുക്കുമ്പോൾ sin 3x plus sin 5x എന്നത് sin 3x plus sin 5x. ഞാൻ വലുതിന് ആദ്യം എഴുതി 2 cos x sin 5x plus sin 3x. Again result 2 cos x 2 sin 5x plus 3x by 2 cos 5x minus 3x by 2. 2 cos x 2 sin 5 plus 3 8x by 2 4x. 5x minus 3x 2x by 2 cos x. 2 into 2 4 cos square x cos x into cos x cos square x sin 4x. എല്ലാം ഇൻറ്റു ആണ്. ഓക്കെ ഓക്കെ അല്ലേ? മറ്റുള്ളവർ
മോനെ മൾട്ടിപ്ലിക്കേഷൻ 5 into 2 into 3 എന്താണ് മോനെ? 5 into 2 into 3 30 ആണ്. 5 into 2 10, 10 into 3 30, 5 into 3 15, 15 into 2 30. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇതെല്ലാം ഇൻറ്റു ആണ്. 2 into 2 4, cos x into sin 4x into cos x becomes cos square x into sin 4x. 5 into 2 15 into 2 30, 5 into 2 10, 10 into 3 30. Clear? Clear, Rajkrishna? Clear ആണോ? വായിച്ചു നോക്കാം. അടുത്തപ്പോൾ ഒരു ലെങ്തി കണക്കാണ്, അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് tan 4x equal to 4 tan x into 1 minus tan square x, 4 tan x into 1 minus tan square x, 1 minus 6 tan square x plus tan raised to 4x. Tan 4x equal to 4 tan x. ഒന്ന് ചിന്തിക്കാം, ആലോചിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. tan 4x equal to 4 tan x into 1 minus tan square x by 1 minus 6 tan square x plus tan raised to 4x എന്നുള്ള ചോദ്യം കിട്ടുമ്പോൾ തന്നെ മനസ്സിനകത്തേക്ക് വരേണ്ടത് ശ്രദ്ധിക്കാട്ടോ. ഇതൊരു വലിയ കണക്കാണ് കേട്ടോ, മനസ്സിലാക്കിയെടുക്കാൻ പരമാവധി ശ്രമിക്കണം. tan 2x ന്റെ റിസൾട്ട് ഉപയോഗിക്കാം. tan 2x equal to 2 tan x by 1 minus 2 tan x by 1 minus tan square x. 1 minus tan square x. ഈ റിസൾട്ട് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഒരാളും എഴുതണ്ട, ഞാൻ പറയുമ്പോൾ മാത്രം എഴുതിയാൽ മതി. ഇതുകൊണ്ടൊക്കെയാണ് റിസൾട്ട് ഇന്ന് എല്ലാ കുട്ടികളോടും ചോദ്യം ചോദിച്ചതും അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു, അതും സന്തോഷമാണ്. ഇപ്പോൾ tan 2x എന്ന് പറയുന്നത് 2 tan x by 1 minus tan square x. റിസൾട്ട് അറിയാത്ത ഒരു കുട്ടിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ LHS എന്ന് പറയുമ്പോൾ tan 4x ഇവിടെ 2 ആയിരുന്നു, അപ്പൊ ഇവിടെ 4 വന്നു. അവിടെ tan 2 വന്നപ്പോഴാണ് 2 tan x 1 minus tan square x. tan 4x again 2 tan 2x divided by 1 minus tan square 2x. tan square 2x നെ നമ്മൾ എങ്ങനെ എഴുതുന്ന പഠിച്ചേക്കണേ? tan square 2x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? tan 2x whole square. tan 2x whole square. അപ്പൊ ഇവിടെ വീണ്ടും റിസൾട്ട് ആക്റ്റീവ് ആക്കണം. tan 2x ന്റെ അവിടെ വീണ്ടും റിസൾട്ട് 2 into tan 2x ആ റിസൾട്ട് എഴുതണം. 2 tan x divided by 1 minus tan square x whole by 1 minus tan square 2 tan x divided by 1 minus tan square x whole square എന്നത് ഇതുവരെ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞേ? വെരി ഗുഡ്. അപ്പോ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം tan 2x എന്താണെന്ന് നല്ല നിശ്ചയം ഉണ്ടാകണം. tan 2x ഈക്വലന്റ് ആണ് 2 tan x divided by 1 minus tan square x. According to the question, LHS equal to tan 4x. To compare the general solution tan 2x, tan 4x becomes 2 tan 2x divided by 1 minus tan square 2x. 2 into, we know that the result tan 2x, 2 tan x divided by 1 minus tan square x. Division 1 minus 2 tan x divided by 1 minus tan square x whole square. ഇതുവരെ എഴുതാം, ബാക്കി പറയാം.
ഇതുവരെ ഒന്ന് എഴുതി വെക്കുക, ആലോചിക്കുക. ഇനി എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്ന് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തന്നെ ചെയ്യാൻ ശ്രമിച്ച്, ഒരു റഫ് പേപ്പറിൽ ഒന്ന് തന്നെ ചെയ്യാൻ ശ്രമിച്ച് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഒന്ന് നോക്കി. അപ്പോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒന്ന് ശ്രമിക്കാം. ഒരു റഫ് പേപ്പറിൽ ഒന്ന് ഇതിന്റെ തുടർച്ച എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കാം. കിട്ടിയ മക്കളെ കുറച്ചൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടാവും. ഈ ഭാഗം ഒന്ന് മാറ്റാൻ ശ്രദ്ധിക്കാം കേട്ടോ. അതൊക്കെ ചെയ്താൽ മതി. ഈ കണക്കൊക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന കണക്കല്ല. അപ്പൊ നോക്കൂ, 2 × 2 4 ആണ്. 4 tan x divided by 2 × 2 4 tan x divided by 1 minus a tan square x divided by 1 minus a tan square. Division 1 minus ഇതൊന്ന് സ്ക്വയർ ചെയ്യാം. 2 × 2 4 tan square x divided by 1 minus tan square x whole square. ഇവിടെ ഒന്ന് a by b whole square, a by b whole square, a square by b square. 2 × square 4 tan square x by 1 minus tan square x whole square. 1 minus tan square x whole square. ഇയാൾ പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. 4 tan x divided by 1 minus tan square x division ഇയാൾ ഇങ്ങോട്ട് കയറും. 1 minus tan square x whole square minus 4 tan square x divided by 1 minus divided by 1 minus tan square x whole square. 1 minus tan square x whole square. Clear alle? Clear alle? Yes sir, clear ആണ്. Yes, sir. എഴുതാ. ചിന്മയി ഓക്കെ അല്ലേ? സാറേ ഒന്നും കൂടി പറയോ? Yes. 4 tan x by 1 minus tan square x. ഇവിടത്തെ ഫോർമുല യൂസ് ചെയ്യാം. 2 tan x whole square എന്നല്ലേ പറഞ്ഞേ? അത് 4 tan square x divided by എന്ന് വന്നു. ഇതിവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? 1 minus 2 tan x divided by 1 minus tan square x whole square എന്നുള്ള സ്റ്റെപ്പാണിത്. 1 അങ്ങനെ തന്നെ a by b whole square എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? a square by b square. അപ്പൊ 2 × square 4 tan square x divided by 1 minus tan square x whole square. ഇയാള് LCM ഇങ്ങോട്ട് ക്രോസ് ആവുക. 1 minus tan square x whole square minus 4 tan square x by 1 minus tan square x whole square. Clear? Clear? Yes sir. മറ്റു കുട്ടികൾ പറയൂ. യെസ് സാർ, ക്ലിയർ ആണ്. Yes sir, clear. ഒന്ന് എഴുത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒന്ന് പരിശോധിച്ചേ. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇപ്പൊ പറയൂ മക്കളെ. ഞാൻ അതേ പിടിച്ചോ. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ബാക്കിയാണ്. അപ്പൊ ഈ സൈഡ് ഞാൻ അവിടെ തന്നെ നിലനിർത്താണ്, ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാനായിട്ട്. ശ്രദ്ധിക്കാം. ഈക്വൽ ടു 4 tan x divided by 1 minus tan square x. 4 tan x divided by 1 minus tan square x. ഈ ഡിവിഷനെ അങ്ങ് തിരിക്കാം. ഇൻറ്റു 1 minus tan square x whole square. 1 minus tan square x whole square divided by 1 minus tan square x 1 minus tan square x whole square minus 4 tan square x. അല്ലേ? 1 minus tan square x whole square minus 4 tan square x. The division into over taking reciprocal. So ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 1 minus tan square x ഉം ഇയാളും തന്നെ ക്യാൻസൽ ആയി. ന്യൂമറേറ്റർ 4 tan x into 1 minus tan square x divided by this is a minus b whole square.
A square 1 minus 2ab 2 tan square x plus b square tan raised to 4x minus 4 tan square x. 4 tan x into 1 minus tan square x divided by 1 minus 2 tan square x plus tan raised to 4x minus 4 tan square x. A square minus 2ab plus b square. A square 1 into square 1 minus 2 tan square x plus b square. Tan square x whole square. Tan square x whole square becomes a tan raised to 4x. Tan raised to 4x. Then your final answer is 4 tan x into 1 minus tan square x division 1 minus 6 2 tan square x 4 tan square x 1 minus 6 tan square x plus tan raised to 4. Then LHS equal to RHS. LHS equal to RHS hence the LHS equal to RHS hence the. അവിടെ കുറച്ച് ലെങ്തി ആണെന്ന് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ഈ പ്രോബ്ലം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇത് MCQ ഒക്കെ ആയിട്ട് CBSEക്ക് MCQ ആയിട്ട് വേണമെങ്കിൽ വരാം. സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതലായിട്ടും വേണമെങ്കിൽ വരാം എന്നുള്ളൂ. ഇത്രയും ടൈറ്റുള്ള ക്വസ്റ്റ്യൻ ഇടുമോ എന്ന് അറിയില്ല. 4 tan x divided by 1 minus tan square x divided by 1 minus tan square x whole square minus 4 tan square x by 1 minus tan square x whole square. For 4 tan x divided by 1 minus tan square x into taking reciprocal. Our reciprocal എടുക്കുമ്പോൾ division into I 1 minus tan square x whole square divided by 1 minus tan square x whole square minus 4 tan square x. ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്തു. Denominator a minus b whole square. അപ്പോൾ 4 tan x into 1 minus tan square x divided by a minus b whole square. A minus b whole square. 1 minus tan square x whole square. 1 minus 2ab. 2ab 2 into 1 tan square x 2 tan square x plus tan raised to 4x minus 4 tan square. 4 tan x into 1 minus tan square x by 1 minus 6 tan square x plus tan raised to 4x. LHS equal to RHS hence the. Clear ആണോ ഐഷ AS? Yes, sir. അഭിരാം MH ക്ലിയർ ആണോ? അഭിരാം sir. ആരോൺ ആന്റണി അഭിനന്ദന അഭിനവ് AM Yes, sir. Clear ആണ്. അഭിനവ് TV ആദിദേവ് TJ ആദിത്യൻ AS അഫ്രീൻ Yes, sir. Clear ആണ്. അഗ്നിവേഷ് ഐഷ അൽഫിദ ഐഷ ക്ലിയർ ആണ്. അംന സിറാജ് അനഗ PS അനീന M ജലീൽ അനീന V. ഇത് എഴുതി പഠിച്ചില്ലെങ്കിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും വീട്ടിലിരുന്ന് എഴുതി പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. അനുലക്ഷ്മി അനുരാജ് അർച്ചന അർജുൻ. Yes, sir. Okay ആണ്. അരുണിമ KK അരുണിമ KS ആഷ്ലൻ അശ്വന്ത് വേണു. Yes, sir. Okay ആണ്. അശ്വിൻ വിജു മന്ദിക സുമോദ് ഐഷ AS അഭയ് കൃഷ്ണ. Yes, sir. Okay ആണ്. Yes, sir. ചിന്മയി ഇതൽ പ്രദീപ് ഹരിത രതീഷ് അസ്ന അൻവർ. Yes, sir. ജീവൻ കെ ഫിബി ജിസ്മി ജോണി ജിസ്ന ജിയന്ന PJ. Yes, sir. ഓക്കെ. കീർത്തന അനിൽ MS അഭിഷേക് മരിയ ജെയിംസ് മിൻഹ. Yes, sir. Okay ആണ്. Yes, sir. Okay. നവീൻ ബിജു നയന നീതു നിഫ്സിയ. Yes, sir. Clear ആണ്. നിഖിൽ രാജ് നിഷ നിയ M പാർത്ഥസാരഥി പവിത്ര പൗർണമി. Yes, sir. Yes, sir. Clear. Yes, sir. രാജകൃഷ്ണ റിമിത Yes, സഹല സിറാജ് സജില ഫാത്തിമ സന ES സന VM ശിവപാർവതി ശിവാനി സുഹാന അനീഫ് സുഹാന EA വസുദേവ്. Yes, sir. ക്ലിയർ? Yes, sir. Clear. വിവേക് VS ബാബു വിഷ്ണു VV.
റിസൾട്ടുകളുടെ ഫലം, ആ റിസൾട്ടുകളുടെ ബലം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ റിസൾട്ട് എത്രത്തോളമാണ് ഇത്തരം പ്രോബ്ലത്തിന് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല നിശ്ചയം ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ റിസൾട്ട് പഠിക്കാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. Prove that cos x minus cos y whole square, cos x minus cos y whole square plus sin x minus sin y whole square, sin x minus sin y whole square equal to 4 sin square x minus y by 2. CBSE കുട്ടികൾക്കും ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? ഇഫ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഡാഷ് 4 ഓപ്ഷൻ തരാം. 4 sin square x minus y by 2 എന്നാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. cos x minus cos y whole square plus sin x minus sin y whole square equal to 4 sin square x minus y by 2. അപ്പോൾ LHS എടുക്കാം. cos x minus cos y യുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. cos x minus 2 sin x plus y by 2 minus 2 sin x plus y by 2 into sin x minus y by 2 whole square എന്നാണ് ക്വസ്റ്റ്യൻ. whole square plus sin x minus sin y 2 cos x plus y by 2 2 cos x plus y by 2 2 cos x plus y by 2 sin x minus y by 2 whole square. sin x minus y by 2 whole square. രണ്ട് റിസൾട്ട് ആണ് ഉപയോഗിച്ചു. -2 സ്ക്വയർ 4 ആണ്. ഇത് ഇൻറ്റു ആണ് എല്ലാം. sin square x plus y by 2 then sin square x minus y by 2 again 2 square 4 cos square x plus y by 2 sin square x minus y by 2 sin square x minus y by 2 common ആയിട്ടുള്ള 4 ഉം sin square x minus y by 2 outside. രണ്ട് ടേമിലും കോമൺ 4 sin square x minus y by 2 outside. x minus y by 2 outside. sin square x minus y by 2 outside. അപ്പോൾ എന്തുണ്ടാവും ഇനി അവശേഷിക്കുന്നത്? റിമൈനിങ് sin square x plus y by 2 plus cos square x plus y by 2. നമുക്കറിയാം sin square theta plus cos square theta 1 ഇത് 1 ആയി മാറും അല്ലേ? 1 ആയി മാറും sin square theta plus cos square theta. Then your answer is 4 sin square x minus y by 2 into 1 equal to 4 sin square x minus y by 2. ഇത് 1 ആയി പോയി. അപ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ LHS equal to RHS. LHS equal to RHS. Hence the proof. Once again, this is the result. Cos x minus cos y minus 2 sin x plus y by 2 sin x minus y by 2 whole square plus sin x minus sin y 2 cos x plus y by 2 sin x minus y by 2 whole square. ഇവിടെ whole square പറഞ്ഞുകൊണ്ടാണ് whole square. ഇവിടെ a plus b ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. a into b into c whole square. a square b square c square. അതായത് abc whole square ആ മോഡലാണ്. a square b square c square ഇങ്ങനെ എഴുതാൻ പാടില്ല. abc whole square becomes a square b square c square. Same -2 square 4 sin square x plus y by 2 sin square x minus y by 2 plus 4 cos square x plus y by 2 sin square x minus y by 2. രണ്ട് ടേമിലെയും കോമണിനെ കണ്ടുപിടിച്ചു. ഇവിടെ 4 ഉണ്ട്, അവിടെയും 4 ഉണ്ട്. sin square x minus y by 2 remaining sin square x plus y by 2 plus cos square x plus y by 2. We know that the standard result sin square x plus cos square x equal to 1. sin square x plus cos square x equal to 1 ആണെങ്കിൽ sin square x plus y by 2 plus
cos square x plus y by 2 also 1. Your final answer is 4 sin square x minus y by 2 into 1. Your answer is 4 sin square x minus y by 2. LHS equal to RHS. Hence the proof in the Abhiram MH clear? Sir. പറയൂ. +2 cos x plus y കിട്ടിയ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരൂ. മനസ്സിലായില്ല. ഏത്? LH is equal to +2 cos into x plus y by 2 അത് കിട്ടിയത്. ഇതും സ്റ്റാൻഡേർഡ് റിസൾട്ട്. sin x minus sin y യുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് 2 cos x plus y by 2 sin x minus y by 2. ഓക്കേ? ഓക്കേ സർ. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ് സർ. അഭിരാം MH, ആരോൺ, അഭിനന്ദന, അഭിനവ് AM. യെസ് സർ ക്ലിയർ ആണ്. അഭിനവ് TB, ആദിദേവ് TJ, ആദിത്യൻ AS, അഫ്രീൻ, അഗ്നിവേഷ്. യെസ് സർ ക്ലിയർ. ഓക്കേ. ആദിദേവ് TJ മിണ്ടിയില്ലല്ലോ. ആദിദേവ്, അഫ്രീൻ, അഗ്നിവേഷ്, ഐഷ, അൽഫിദ, അംന സിറാജ്, അനഗ PS. Yes sir, clear ആണ് sir. Okay. അനീന M, ജലീൽ, അനീന D, അനുലക്ഷ്മി, അനുരാഗ്, അർച്ചന. Yes sir. Yes sir, clear ആണ്. Okay. അർജുൻ, അരുണിമ KK, അരുണിമ KS, ഐഷ്ലിൻ, ആഷ്ലിൻ, അശ്വതി. യെസ് സർ ക്ലിയർ ആണ്. അവന്തിക സുമോദ്, ഐഷ AS, അഭയ് കൃഷ്ണ, ചിന്മയി, ഇതൽ പ്രദീപ്, ഹരിത രതീഷ്. Yes sir. യെസ് സർ. ഹസ്ന, ജീവൻ കെ ഫിബി, ജിസ്മി ജോണി, ജിസ്ന, ജിയന്ന PJ, കീർത്തന അനിൽ. Yes sir, clear. MS അഭിഷേക്, മരിയ ജെയിംസ്, മിൻഹ, നവീൻ ബിജു, നയന ബാബു. Yes sir, clear. യെസ് സർ. ഓക്കെ. നീതു PS, നിഫ്സിയ, നിഖിൽ രാജ്, നിഷ റഷീദ്, നിയ M, അഷ്റഫ്, പാർത്ഥസാരഥി, പവിത്ര KP, പൗർണമി, രാജകൃഷ്ണ, റിമിത. Yes sir, clear ആണ്. Yes sir. റിസാന, സഹല സിറാജ്, സഹല ഫാത്തിമ, സന ES, സന VM, ശിവപാർവതി, ശിവാനി, സുഹാന, വസുദേവ്, വിവേക്, വൃന്ദ, വിഷ്ണു. Yes sir. യെസ് സർ ക്ലിയർ. ഇപ്പോ ഇവിടെയുള്ള എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും. സ്റ്റാൻഡേർഡ് റിസൾട്ട്സിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് 1 മണിക്കൂറോളം ചോദ്യം ചോദിച്ച് നിങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ ചോദ്യം ചോദിക്കും എന്ന് പറയുന്ന ദിവസം ഇന്ന് ചെയ്ത പോലെ എല്ലാവരും കൃത്യമായി പഠിച്ച് കൃത്യമായി ഇരിക്കണം. വളരെ സന്തോഷം. ഒരു 90% കുട്ടികൾക്കും അതിവേഗതയിൽ ആൻസർ പറയാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഇത്രയും ഇന്നത്തെ കണക്കുകളെല്ലാം ലെങ്തി പ്രോബ്ലംസ് ആയിരുന്നു. ഒരു 2 or 3 times വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ. എഴുതി കഴിഞ്ഞോ? എല്ലാവരുടെയും എഴുതി കഴിഞ്ഞോ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത മാത്തമാറ്റിക്സിൽ കാണാം മറ്റു കുട്ടികളോട്. ഇന്ന് വൈകുന്നേരം വീണ്ടും ക്ലാസ് ഉണ്ട്. സെറ്റ്സിന്റെ തുടക്ക ഭാഗങ്ങള് ഇന്ന് വീണ്ടും ക്ലാസ് ഉണ്ട് 6 മണിക്ക്. അപ്പോ 6 മണിക്ക് കാണാം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു.